ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് ഫോഴ്സ്ഫുള്ളി ഒന്നും റെസണേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിൽ ഓർക്കുക. എന്നിട്ട് വേണം റീഡിങ് കാണാൻ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് ആദ്യം അവരുടെ കറണ്ട് എനർജി നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 5 ഓഫ് സോഡ്, പേജ് ഓഫ് കപ്സ്, 5 കാർഡ്സ് എടുക്കാം. 3 ഓഫ് സോഡ്, 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ ഒരു വെയിറ്റിങ്ങിലാണെന്നാണ് കാണുന്നത്. കണ്ടില്ലേ, അവരിപ്പോൾ ഒരു വെയിറ്റിങ്ങിലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയോ അവർക്ക് നഷ്ടബോധം അനുഭവപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു നഷ്ടബോധം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളാവാം. നമ്മളിവിടെ കറണ്ട് എനർജിയാണ് നോക്കിയത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കണം ചിലപ്പോൾ. അതുമല്ല, എന്തെങ്കിലും നഷ്ടപ്പെട്ട എനർജിയിലാവാം. അവർ വല്ലാതെ വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു നഷ്ടബോധം ഇത് അവർക്ക് തിരികെ വരണം. തിരികെ വരുമ്പോൾ മാത്രമാണ് അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അവർ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നു. പിന്നെ ഇതിനുള്ളിൽ ഒന്ന് പറയാൻ പറ്റുന്നത്, അവർ എന്തോ ഒരു കള്ളം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യസന്ധമായ രീതി 100% ഇല്ല. എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയോ, അതുമല്ല എങ്കിൽ എന്തോ ഒരു കള്ളം അവർ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, കള്ളം പ്രവർത്തിച്ചിട്ടുണ്ടാവാം. എന്തായാലും ശരി, അവരിപ്പോൾ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എന്തായാലും പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. പക്ഷെ അവർ ആരോടോ ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വ്യക്തിയാണിത്, ഇമ്മച്വേർഡ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പേജ് അല്ലേ വന്നിരിക്കാൻ. ചിലപ്പോൾ നിങ്ങളെക്കാളും ഇളയ വ്യക്തിയാവാം. ഇനി ഇളയതായാലും ഓൾഡായാലും ശരിക്കും ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പ്രവൃത്തിയാണ് അവരുടെ കയ്യിലുള്ളത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇനി എങ്ങനെയൊക്കെ ആയാലും അവർ നന്നായിട്ട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 3 ഓഫ് സോഡ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേർക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി കടന്നുകൂടിയിട്ടുണ്ടാവണം. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ലാഞ്ചന ഇവിടെ ഉണ്ടാവണം. ആ ഒരു കാര്യത്തിലാവണം അവർ ഒരുപാട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഈ 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തോ അവർ ആഗ്രഹിക്കുന്ന, ഇവിടെ കണ്ടില്ലേ നഷ്ടബോധം ഉണ്ടെന്ന് കണ്ടില്ലേ. ഇവിടെ ഒന്ന് നഷ്ടപ്പെട്ട എനർജിയാണ്. കുറച്ചു കാലം കൊണ്ട് ഇത് അന്വേഷിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ അത് ലഭിക്കുന്നില്ല. വല്ലാതെ സ്നേഹിച്ച കാര്യമാണിത്, വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ അത് ഇപ്പോഴിവിടെ ലഭിക്കുന്നില്ല. ഇവിടെ കണ്ടില്ലേ, അത് ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ ഉണ്ട് അവർക്ക്. ഒരുപാട് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ മുൻപിൽ. വേറെ കാര്യങ്ങളൊക്കെയുണ്ട്. വേറെ ഇവിടെ നിന്നോ എന്തൊക്കെയോ വരുന്നതുമുണ്ട്. സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്, അവർക്ക് ചുറ്റുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവർക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ആഗ്രഹിച്ചത് ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
അവർ ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ല, അവരാഗ്രഹിച്ചത് എന്താണോ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അത് ലഭിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായ സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അവരാഗ്രഹിക്കുന്നത് ലഭിക്കണം, അപ്പോൾ മാത്രമാണ് പരിപൂർണമായ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ 10 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളിവിടെ എന്തായാലും വെയിറ്റ് ചെയ്യുകയല്ലേ, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ വിചാരിക്കുന്നത് ഇനി എങ്ങനെയാണ് നിങ്ങളുമായി എന്തായാലും ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ തന്നെയാണ്. കാരണം അതാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങളുമായിട്ട് അവർ കോണ്ടാക്റ്റിലല്ല. അതാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലാവണം. നിങ്ങളോടുള്ള കറണ്ട് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളോടുള്ള മനോഭാവം. അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് നിങ്ങളോട് ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങളുമായിട്ട് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകണം എന്നിവിടെ ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ടെൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. ഇനി ഏത് വിധത്തിലായാലും പ്രശ്നങ്ങളുണ്ട്. കാരണം കണ്ടില്ലേ, ഇവിടെ അവരുടെ കറണ്ട് എനർജിയിൽ 5 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ അവരെന്തൊക്കെയോ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവാം. അവർക്ക് കുറച്ചൊന്ന് ഈഗോ ഉള്ള വ്യക്തികളാവാം. അവർ വിചാരിക്കുന്നത് ജയം വേണം, അവർ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് വാദിക്കുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും കണ്ടില്ല, ഇവിടെ 10 ഓഫ് വാൻസിന്റെ എനർജി, ഭാരമേറിയ എന്തോ ഒന്ന് അവരുടെ ചുമലിലുണ്ട്. കുറെ കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റീസ് അവർ ഏറ്റെടുത്തിട്ടുണ്ടാവണം. അപ്പൊ ഈ ഒരു കാര്യത്തെ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല. അതാണ് ഇവർ ഇവിടെ ഇത്രമാത്രം മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നു എന്ന് കാണുന്നത്. മനസ്സിലത്ത് അവരുടെ കറണ്ട് എനർജിയാണ് ഇത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, അപ്പൊ നിങ്ങളോടുള്ള മനോഭാവം, നിങ്ങളെ ഏത് വിധത്തിൽ സ്നേഹിക്കുന്നു, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് 10 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജോലി, ഈ ഒരു ഭാരം, അവരൊരു ഭാരം ഏറ്റെടുത്തിട്ടുണ്ട്. അത് താഴെ വെക്കാതെ അല്ലെങ്കിൽ അത് തീർക്കാതെ നിങ്ങളിലേക്ക് ഇനി വരാൻ പറ്റുന്നില്ല. അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആദ്യം തന്നെ നിങ്ങളോടുള്ള മനോഭാവത്തിൽ വന്നിരിക്കുന്നത് 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി അല്ലേ. അപ്പൊ ഇതിവിടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു, ഇതിവിടെ താഴെ വയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നു. കണ്ടല്ലേ, ഇതിവിടെ തീർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാവാം, സാമ്പത്തികപരമായ പ്രശ്നങ്ങളാവാം, കുടുംബ സംബന്ധമായ കാര്യങ്ങളാവാം, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലുള്ള പ്രശ്നങ്ങളാവാം. എന്തായാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നവും ആവാം എന്തായാലും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും കാണുന്നുണ്ട്. 3 ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തെ അവർ വല്ലാതെ ഭാരം ചുമക്കുന്നത്, ഇതൊരു വല്ലാത്ത ഭാരമായിട്ടാണ് അവർക്ക് തോന്നുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, നിങ്ങളോടുള്ള മനോഭാവം വരുമ്പോൾ, നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിവിടെ വല്ലാത്തൊരു ഭാരം ചുമക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഭാരം തീർച്ചയായിട്ടും ഇവിടെ തീർത്തു വയ്ക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരാനും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോടുള്ള മനോഭാവത്തിൽ. കണ്ടില്ല, ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള മനോഭാവത്തിൽ 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിറഞ്ഞ സന്തോഷം. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് നിറഞ്ഞ സന്തോഷമുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാരണം ഇമോഷണലി ബാലൻസ്ഡ് അല്ല. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ ഇമോഷൻസ് അവർക്ക് നിയന്ത്രണാതീതമാണ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഇമോഷൻസിനെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. ചിലപ്പോൾ അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതാവാം. എന്നാൽ നിങ്ങളോട് നല്ല സ്നേഹത്തിൽ മുന്നോട്ട് വന്നിരുന്നതാണ്. കണ്ടില്ലേ, പേജ് ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളോട് നല്ല സ്നേഹത്തിൽ വന്നിരുന്നതാണ്.
പരിസരം പോലും നോക്കാതെ മറ്റു യാതൊരു കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ കാസ്റ്റ് ഒന്നാണ്, ജാതി മതഭേദം ഒന്നുമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ ഇതൊരു ഇളയ വ്യക്തിയുടെ ലവ് പ്രപ്പോസലാണ്. അപ്പോൾ ചിലപ്പോൾ ഇളയ വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മെച്യൂർഡ് അല്ല, അത്രമാത്രം അങ്ങ് ചിന്തിച്ച് ബുദ്ധിപൂർവ്വം അങ്ങ് ചിന്തിച്ച് തീരുമാനം എടുത്തിട്ടല്ലല്ലോ ആരും ഒരു ബന്ധത്തിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നത് അല്ലേ. അപ്പൊ എന്ന് പറയുന്നത് പോലെ അത്രമാത്രം നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു. ഇനി ഏത് പ്രായമായാലും, ഇനി ഏതൊരു അവസ്ഥയായാലും, ഏതൊരു സിറ്റുവേഷനിലായാലും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോൾ, നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്ന എനർജി ഉണ്ട്, നിങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി ഉണ്ട്. മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം. നമ്മൾ എപ്പോഴും മറ്റൊരു വ്യക്തി 3 ഓഫ് പെന്റക്കിൾസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അവർ മറ്റാരോടെങ്കിലും കമ്മിറ്റഡ് ആണ് എന്ന് വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാം. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ തമ്മിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. മറ്റേതെങ്കിലും വ്യക്തികൾ തമ്മിൽ ചിലപ്പോൾ അവരെ ആരെങ്കിലുമായിട്ട് കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പിന് പോയിട്ടുണ്ടാവാം. അവിടെ അവർക്കൊരു ചീറ്റിംഗ് ആയിരിക്കാം സംഭവിച്ചത്. നിങ്ങളുടെ വ്യക്തി നേരെ വാ നേരെ പോ എന്ന രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാകാം ആരോടെങ്കിലും. അത് പക്ഷേ അവർക്കൊരു വിനയായിട്ട് വന്നിട്ടുണ്ടാവാം. ആ കാര്യങ്ങൾ അവരോട്, നിങ്ങളോട് ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങളോട് ഇതൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവരെ കൊണ്ട് പറ്റുന്നുമില്ല. അത് തന്നെയാണ് അവർ ഈ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിന് കാരണവും. അതുകൊണ്ട് തന്നെ അവർ നല്ലതുപോലെ മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരിവിടെ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഉണ്ടായിരിക്കാം, അവരുടെ കുടുംബത്തിലുണ്ടായിരിക്കാം, അവരുടെ മറ്റു പല കാര്യങ്ങളിൽ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കാം, ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലുണ്ടാവാം. ഇതൊന്നും നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പല സാഹചര്യങ്ങളും ആവാം. അപ്പോൾ അവർ അതിൽ നന്നായിട്ട് വിഷമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അതിൽ അവർ നന്നായി വിഷമിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടെയും അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ്, സോൾമേറ്റ് കണക്ഷനാണ്. കണ്ടില്ലേ, നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ, ഒരു ആത്മബന്ധം നിങ്ങളെ തമ്മിൽ ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ആദ്യമേ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായിട്ട് അവർ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ളത്. പിന്നെ പോകെ പോകെ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. ആദ്യം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കണക്ഷനാണിത്. നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നു, വളരെയധികം സ്നേഹമുണ്ട്. ഇപ്പോഴും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ലവ് പ്രൊപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ സമയത്തും നിങ്ങളോട് വളരെ നല്ല സ്നേഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 10 ഓഫ് പെന്റക്കിൾസിലേക്ക് പോകണം, ഇവിടെ നിറഞ്ഞ സ്നേഹത്തിലേക്ക് വീണ്ടും പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അല്ല എങ്കിൽ ഈ ഒരു സ്നേഹത്തിൽ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവണം നിങ്ങൾ. മനസ്സിലായോ? ബാലൻസ് ചെയ്തു പോകാൻ അവർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് വാൺസിന്റെ എനർജി, സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു സ്റ്റെബിലിറ്റി ഇവിടെ നിലനിർത്തണം. സ്റ്റെബിലിറ്റി നിലനിർത്തിയിരുന്നതാണ് നേരത്തെ, പക്ഷെ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരുമല്ലോ. എത്രമാത്രം നമ്മൾ സ്റ്റേബിളായിട്ടൊരു റിലേഷൻഷിപ്പിൽ നിന്നാലും ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ, അതിനെ കടന്നു പോകണമെങ്കിൽ കുറേ സമയം വേണം. അതിന് ചിന്തിക്കണം, ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സമ്മതിച്ചു കൊടുത്തെന്ന് വരില്ല. അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളുണ്ട്. അവർ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും അവർക്ക് നിറഞ്ഞ സന്തോഷം ഈ ഇവിടെയും നിങ്ങളോടുള്ള മനോഭാവത്തിലും വന്നിട്ടുണ്ട് 10 ഓഫ് പെന്റക്കിൾസ്. അവരുടേതായ കറണ്ട് എനർജിയിലും 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. കാരണം അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് നിറഞ്ഞ സന്തോഷത്തിൽ മുന്നോട്ട് പോകണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാർഡ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും കണ്ടില്ലേ, അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്ന് പറയുന്നത് ഇവിടെ 4 ഓഫ് വാൺസിന്റെ ആണ്. സ്റ്റെബിലിറ്റിയാണ്. ചിലപ്പോൾ വിവാഹം കഴിക്കാത്തവർ ആണെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ അതുമല്ല എങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ആണെങ്കിൽ നിങ്ങളുമായിട്ട് കൂട്ടുകൂടി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ലൊരു കുടുംബം നയിക്കണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. കുട്ടികളും ഒത്തു ചേർന്ന് നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. ഈ ഒരു ബന്ധത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുത്തണം എന്നവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
അതുപോലെ സൺകാർഡാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? വീണ്ടും ഹാപ്പിനെസ്സിലേക്ക് പോകണം. അവർക്ക് ഇങ്ങനെ ഭാരം ചുമക്കാൻ വയ്യ. അവരുടെ ഭാരം ചുമക്കുന്ന എനർജി ഉണ്ട്, കണ്ടില്ലേ? അവരുടെ ഭാരം ചുമക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് വയ്യ. ഇനിയെങ്കിലും നിങ്ങളുമായിട്ട് സന്തോഷത്തിൽ മുന്നോട്ട് പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, മനസ്സിലായല്ലോ? അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അതേപോലെ ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ പലരുടെയും സാഹചര്യങ്ങൾ പലതല്ലേ. ഇത് ലവേഴ്സിന് ബാധകമാണ്, എക്സ്ട്രാ മാരിറ്റലിന് ബാധകമാണ്, കപ്പിൾസിന് ബാധകമാണ്. ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിനും ഈ ഒരു റീഡിങ് ബാധകമാണ്. അപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാവുന്നത് എടുക്കുക, മനസ്സിലായോ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെയുള്ള മനോഭാവം ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്ത് വേണം റീഡിങ് കാണാൻ. അപ്പോൾ കണ്ടില്ല, ഇവിടെ വീണ്ടും സന്തോഷത്തിലേക്ക് പോകണം. ചിലപ്പോൾ നിസ്സാരമായ കാര്യങ്ങളിലായിരിക്കാം നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത്, നിസ്സാരമായ കാര്യങ്ങളിലായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വീണിരിക്കുന്നത്. അതെന്താണെന്ന് പറയാനോ അത് മുന്നോട്ട് പോകാനോ അവർക്ക് ഇപ്പോൾ തൽക്കാലം സാധിക്കുന്നില്ല. പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു എനർജിയാണ്. സൺ കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഹാപ്പിനെസ്സിലേക്ക് പോവുകയാണ്, സന്തോഷത്തിലേക്ക്, നിറഞ്ഞ സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒറക്കിൾ കാർഡ്സ് നോക്കാവേ. വെയിറ്റിംഗ് ഗെയിമാണ്, കണ്ടില്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഉടനെ അവർ വരികയില്ല എന്ന്. ഉടനെ വരണമെന്നില്ല, പക്ഷെ അവർ വരും. വെയിറ്റിംഗ് ഗെയിമാണ്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം അവർക്ക് വേണം. കാരണം എന്തൊക്കെ ഇവിടെ 10 ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്, 3 ഓഫ് സോഡ് വന്നിട്ടുണ്ട്, 3 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നതാണ്. ഇവിടെ ഭാരം ചുമക്കുന്നുണ്ട്, പക്ഷെ ഇത് ഒന്ന് തീർത്ത് വെക്കാതെ എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഇനി വരുന്നത്? നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ചൊന്ന് ഭാരം ഒതുക്കി വെച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവരിവിടെ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി ചില ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തിരക്ക് കൂട്ടുന്നുണ്ട് എന്നും മനസ്സിലാക്കാം. ചിലർക്കാണെങ്കിൽ കുറച്ചുകൂടി സമയം അവർ ക്ഷമയോടുകൂടി ഒന്ന് കാത്തിരിക്കുന്നു. ഇവിടെ ആദ്യം തന്നെ അവരുടെ കറണ്ട് എനർജി വന്നിരിക്കുന്നത് എന്താണ്? അവർ ക്ഷമയോടുകൂടിയുള്ള വെയിറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ബാധകമാണ്. അവരുടെ കറണ്ട് എനർജിയിൽ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങളില്ലാതെ അവർക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എത്ര തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാലും നിങ്ങളോടാണ് അവർക്ക് ഇമോഷൻസ് കൂടുതലുള്ളത്. ഇനി മറ്റുള്ളവർ നിങ്ങളോട് അടുത്ത് ചേരുമ്പോൾ മാത്രമാണ് അവർക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. അവർ സേഫായിട്ട് തോന്നുന്നവർക്ക് അപ്പോൾ മാത്രമാണ് ഒരു സേഫ്റ്റി അനുഭവിക്കാൻ സാധിക്കുന്നത്. ഒരു സുരക്ഷിതത്വം വരുന്നത് നിങ്ങളോട് കൂടിച്ചേരുമ്പോൾ മാത്രമാണ്. അല്ലാതെ എത്ര തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷം അവർക്ക് കിട്ടുന്നില്ല. താൽക്കാലികമായ ചില സന്തോഷങ്ങളും രസങ്ങളും ഉണ്ടാവാം, പക്ഷേ സ്ഥായിയായ ഒരു രസം വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥായിയായ ഒരു സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളോട് ചേരുമ്പോൾ മാത്രമാണ് അവർക്കൊരു ഫ്രീഡം കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ പറ്റൂ. നിങ്ങളുമായിട്ടാണ് ഇവിടെ 4 ഓഫ് വാൻസ് കണ്ട്, നിങ്ങളുമായിട്ടാണ് ഇവിടെ ആത്മബന്ധം വന്നിരിക്കുന്നത്. സോൾ കണക്ഷൻ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടാണ്, അല്ലാതെ അവരുമായിട്ടല്ല. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കണക്ഷൻ ഉള്ളിടത്തോളം കാലം എത്രമാത്രം ഒന്ന് താമസിച്ചു പോയാലും അവർ നിങ്ങളിലേക്ക് വീണ്ടും വരും. അവർ അതിനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവരിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. അവർ ആദ്യം തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ടും കണ്ടില്ലേ, വെയിറ്റിംഗ് ഗെയിമാണ്. അപ്പോൾ വീണ്ടും എന്താണ്? നിങ്ങൾക്ക് പകരം നിങ്ങളെ മാത്രമേ കൽപ്പിക്കാൻ പറ്റൂ. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തി അവർക്ക് കൽപ്പിക്കാൻ സാധിക്കുകയില്ല, മനസ്സിൽ പോലും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി എനർജീസ് ഉണ്ട് അവർക്ക് ചുറ്റും. പക്ഷെ അവരതിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോഴൊക്കെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ട്,
പ്രശ്നങ്ങൾ അവർക്കുണ്ട്. പക്ഷെ അവർ ചിലപ്പോഴൊക്കെ അതിൽ നിന്ന് ഒളിച്ചോടി മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. തൽക്കാലത്തേക്കുള്ള ഒരു ജയം മാത്രമാണ് അതവിടെ സാധിക്കുന്നത്. പക്ഷെ അവർക്ക് ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജയം വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർ വെയിറ്റ് ചെയ്ത് നിങ്ങളോടൊപ്പം കൂടുക തന്നെ ചെയ്യും. കാരണം ഇവിടെ യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. നമുക്കിവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് വൺസിന്റെ എനർജി അല്ലേ. അപ്പൊ ഇത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. ഒരു സോൾ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത്. ഒന്നുകിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം, അതുമല്ല എങ്കിൽ സോൾമേറ്റ്സ്. കഴിഞ്ഞ തവണ ഒരാൾ ചോദിച്ചിരുന്നു സോൾമേറ്റ്സ് ഒരുപാട് ഉണ്ടാകുമോ എന്ന്. സോൾമേറ്റ്സ് ഒരുപാട് ഉണ്ടാകും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് സോൾമേറ്റ്സ് കാണും. പക്ഷെ അത് അവരുമായിട്ടുള്ള കണക്ഷൻ ചേരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ഇവർ നമ്മുടെ സോൾമേറ്റ് ആണോ എന്ന്. മനസ്സിലായോ? അപ്പോൾ സോൾമേറ്റ്സ് ഒരുപാടുണ്ടാവാം. ഇവിടെ 4 ഓഫ് വൺസ് കണ്ടില്ലേ, ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം, നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തമ്മിൽ വിട്ടുപിരിഞ്ഞു പോകുന്നില്ല. പിണങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും വരുന്ന എനർജിയാണ്. പിന്നെ ചിലപ്പോൾ ഇതിനിടയിൽ ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാമിലി ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഏതൊരു സിറ്റുവേഷനും നിങ്ങൾക്കിത് ബാധകമാണ് കേട്ടോ. ചിലപ്പോൾ ഫാമിലി ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികം ഇതിൽ ഇടനില ഉണ്ടായെങ്കിൽ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അവിടെ നിന്നും ഒരു ത്യാഗം സഹിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ബുദ്ധിമുട്ടേണ്ടതായ എനർജി ഉണ്ട് നിങ്ങളിലേക്ക് വീണ്ടും വരണമെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കുറച്ച് ബുദ്ധിമുട്ടാണ്, സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. കണ്ടില്ല ഇവിടെ റെയിൻബോ വന്നിരിക്കുന്നത്. എന്നാലും നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് നല്ല സന്തോഷത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ലേ യൂണിവേഴ്സിന്റെ തീരുമാനമാണ് നമ്പർ 3. നമ്പർ 3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇത് കണ്ടോ, സോളാർ പ്ലക്സസ് ചക്ര നമ്പർ 3 ആണ്, ദൈവാനുഗ്രഹമാണ്. അത് ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ തമ്മിലുള്ള കണക്ഷന്. അപ്പോൾ ഇവിടെ അത്രമാത്രം, അതായത് ഡിവൈൻ കൂട്ടിച്ചേർത്തതാണ്, ദൈവം കൂട്ടിച്ചേർത്ത ബന്ധമാണ് എന്ന് നമ്മൾ പറയല്ല. അപ്പോൾ യൂണിവേഴ്സിന്റെ തീരുമാനമാണ് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരണമെന്നും, നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരണമെന്നും, ഇതിനിടയിൽ ചില പാഠങ്ങൾ പഠിക്കണമെന്നും, ചില പാഠങ്ങൾ പഠിച്ചാൽ മാത്രമേ വീണ്ടുമുള്ള സ്നേഹത്തിന് കുറച്ചുകൂടി ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ സ്നേഹത്തിനൊരു സ്റ്റെബിലിറ്റി വരണമെങ്കിൽ എന്താണ്, അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇല്ലാതെ സ്മൂത്തായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇടയ്ക്കിടെ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലേ മതിയാവൂ. മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോഴാണ് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നത്. ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടായിരുന്നു. അവർ നിങ്ങളോട് പലപ്പോഴും പറയുമായിരുന്നു, നിന്നെ കണ്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കൂടിച്ചേരലിന് ശേഷമാണ് എനിക്ക് ഇത്രയും സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ല എങ്കിൽ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആകാൻ പറ്റിയിട്ടുള്ളത് എന്നൊക്കെ അവർ നിങ്ങളോട് നേരത്തെ തന്നെ പറയുമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവണം. മനസ്സിലായി. പിന്നീട് ഒരു അകൽച്ച വന്നതിന് ശേഷം എന്താണ്, അവർ വീണ്ടും കൂടിച്ചേരുന്നു. കാരണം ആ ഒരു സമയത്ത് അവർ ഒരുപാട് വിഷമം അനുഭവിച്ചിരിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സിന്റെ തീരുമാനം നമ്പർ 3 ആണ്. 3. നിങ്ങൾക്ക് ഇവിടെ 3 കാണുന്നവരുണ്ടാവാം, 3 കാണുന്നവരും ഉണ്ടാകാം. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ്, ഞാൻ ഇന്ന് ക്ലൂസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ഇതെൻ്റെ സാഹചര്യം ഒന്ന് മാറിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലല്ല ഇപ്പോൾ റീഡിങ് എടുക്കുന്നത്, മകളുടെ വീട്ടിലാണ്. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എനിക്കിനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ. വീട്ടിൽ ചെന്നിട്ട് ക്ലൂസൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. നമുക്കിനി ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഒന്ന് നോക്കാം. പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കണം, ഈ വ്യക്തി എന്നിലേക്ക് വരും, നിങ്ങൾ തമ്മിൽ വലിയ അകൽച്ചയൊന്നും ഉണ്ടാവില്ല, എന്നെ വിട്ടിട്ട് അവർ എങ്ങും പോവില്ല, എന്നോട് സ്നേഹമുള്ള വ്യക്തിയാണത്. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് ഇതാണ്, ട്രസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. കണ്ടല്ലേ, ട്രസ്റ്റ്, വിശ്വസിക്കൂ. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കൂ. പരിപൂർണമായ വിശ്വാസം ഏറ്റവും അത്യാവശ്യമാണ്. ഒരു ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് എന്താണ്? വിശ്വാസമാണ്, അല്ലെ? പരസ്പര വിശ്വാസമില്ലാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ബന്ധത്തിന് അവിടെ തകർച്ച സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കൂ.
ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, ഇതിന് ഞങ്ങൾ അവരുമായിട്ട് കൂടിച്ചേരാനുള്ള ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും അന്വേഷിക്കാവുന്നതാണ്. അവർ എത്തരത്തിലുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ തെറ്റിദ്ധാരണ കുടിയേറിയിട്ടുണ്ടാവാം. മനസ്സിലായി, നിങ്ങൾ അവർ എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ അവർക്ക് മറ്റു പല പ്രശ്നങ്ങളാണ്, അവരിനി ഇവിടെ വരില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിനിടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് വേണോ, തീർച്ചയായിട്ടും മറ്റുള്ളവരോട് ഒന്ന് ചോദിക്കാവുന്നതാണ് എന്നാണ്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മറ്റുള്ളവരോട് കൂടി ഒന്ന് ചോദിക്കാവുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് മാപ്പ് കൊടുക്കണം. ഫൊർഗീവ്നെസ് ആണ് വന്നിരിക്കുന്നത്. എന്താണോ ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അവർക്ക് മാപ്പ് കൊടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അവരോട് ക്ഷമിക്കുക, പുറത്തു കൊടുക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, പുറത്തു കൊടുക്കുക. അവർ ചെയ്തിട്ടുള്ള അവരുടെ ഒരു സമയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർക്കൊന്ന് പുറത്തു കൊടുക്കൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വീണ്ടും കൂടിച്ചേർന്ന് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ റീഡിങ്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എത്ര റെസണേറ്റ് ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ, ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തൊരു പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ.